ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ഈ ഉപവാസം അല്ലെങ്കിൽ നോയമ്പ്. നമ്മൾ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ തുടർന്ന് വരുന്ന 50 ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസങ്ങളായി കർത്താവ് നമുക്ക് തരികയാണ്. കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണിത്. നമുക്കൊരു വർഷത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ് നോയമ്പിൻ്റെ ദിവസങ്ങൾ. ഉപവാസം വലിയ ശക്തിയുള്ള ഒരു ആയുധമാണ്. ഉപവാസവും ദൈവവചനവുമാണ് പിശാചിന് ഭയം. ഉപവസിക്കുന്നതിൻ്റെ അടുത്തേക്ക് പിശാചിന് വരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഉപവസിച്ചിട്ടുണ്ട്. ആ ഉപവാസത്തോട് ചേർന്ന് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെയും മരണത്തെയും ഓർത്ത് നമുക്ക് ഉപവസിക്കാം. ഇന്ന് നാം വലിയ നോയമ്പിൻ്റെ പുണ്യകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കേവലം ഭക്ഷണക്രമീകരണത്തിൻ്റെ നാളുകളല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ദിവസങ്ങൾ. ഹൃദയത്തിൽ വിദ്വേഷവും വെറുപ്പും ഒക്കെ വെച്ചുകൊണ്ട് നോയമ്പ് അനുഷ്ഠിക്കാതെ പരസ്പര സ്നേഹമുള്ളവരായി ക്ഷമയുള്ളവരായി നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നോയമ്പ് ആചരിക്കാം. യെശയ്യാവ് 58:7 പറയുന്നു, വിശപ്പുള്ളവന് കർത്താവേ സ്തോത്രം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപിടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും. സ്തോത്രം. ഈ വചനത്താലൊക്കെ ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.